ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സ് സബ്ജക്റ്റിൽ വരുന്ന 9ാമത്തെ ചാപ്റ്റർ ഈക്വൽ ഗ്രൂപ്പ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ പാർട്ട് 5 വരെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 4 മാത്സ് നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ലിങ്ക് ചോദിച്ചാൽ ലിങ്ക് അയച്ച് തരുന്നതുമാണ്. ഇവിടെ നമുക്ക് എടുക്കേണ്ടത് പേജ് നമ്പർ 158 158ാമത്തെ പേജ് മുതലാണ്. ഓക്കെ. സ്വീറ്റ് ബർത്ത്ഡേ. ഇൻ ദി സ്കൂൾ ദർ ആർ 2 divisions ഓഫ് ക്ലാസ് 4. ഇവിടെ സ്കൂളിൽ 4ാം ക്ലാസ്സിൻ്റെ 2 ഡിവിഷൻസ് ഉണ്ട്. വിത്ത് ടോട്ടൽ ഓഫ് 40 ചിൽഡ്രൻ. 2 ഡിവിഷനിലും കൂടി ആയിട്ട് 40 കുട്ടികളാണുള്ളത്. സോ നിങ്ങളുടെ സ്കൂളിലൊക്കെ പല ഡിവിഷൻസ് ഉണ്ടാവില്ല. ABC, 4th A, 4th B, 4th C, അങ്ങനെ പല ഡിവിഷൻസ് ഉണ്ടാവും. ഇവിടെ ഈ ഒരു സ്കൂളിൽ 2 ഡിവിഷൻസ് ആണുള്ളത്. 2 ഡിവിഷനിൽ കൂടി ആകെ എത്ര കുട്ടികളാണ്? 40 കുട്ടികളാണുള്ളത്. Shraddha on her birthday distributed 4 candies to each child. ശ്രദ്ധ അവളുടെ ബർത്ത്ഡേക്കന്ന് ഓരോ കുട്ടിക്കും 4 candies 4 മിഠായി വീതമാണ് അവൾ കൊടുത്തത്. ബട്ട് candies were ran out and 10 children remained to get candies. പക്ഷെങ്കിൽ കാൻഡീസ് മിഠായികൾ തീർന്നു പോയി. 10 കുട്ടികൾക്ക് കൂടി ഇനി കിട്ടാനുണ്ട്. The children found a way out without buying more candies. പുതിയ മിഠായികൾ വാങ്ങിക്കാതെ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ മറ്റൊരു വഴി കണ്ടെത്തി. ആൻഡ് എവറി വൺ ഗോട്ട് ദി സെയിം നമ്പർ ഓഫ് കാൻഡീസ്. അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഒരു ഈക്വലായിട്ട് സെയിം നമ്പർ കാൻഡീസ് മിഠായികൾ കിട്ടി. ഇവിടെ ചോദ്യം, ഹൗ മെനി കാൻഡീസ് ഡിഡ് ഈച്ച് ഗെറ്റ്? ഓരോ കുട്ടിക്കും എത്ര മിഠായികളാണ് കിട്ടിയത് എന്നാണ് ചോദ്യം. അത് നമുക്ക് കണ്ടെത്താം. ഇവിടെ നിങ്ങൾക്ക് കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. എത്രയാണ്? ഹൗ മെനി ചിൽഡ്രൻസ് ആർ ദർ? എത്ര കുട്ടികളാണ്? 40 കുട്ടികളാണുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 40 കുട്ടികളാണെന്ന്. എത്ര കാൻഡീസ്, എത്ര മിഠായികളാണ് ശ്രദ്ധയുടെ കയ്യിലുള്ളത്? അതറിയില്ല, നമുക്ക് കണ്ടെത്തണം. ടോട്ടൽ മിഠായിയുടെ എണ്ണം തന്നിട്ടില്ല. ഒരു കുട്ടിക്ക് അവൾ 4 കാൻഡീസ് വീതമാണ് കൊടുക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 4 എണ്ണമാണ് അവൾ ആദ്യം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആകെ നമ്മുടെ 10 കുട്ടികൾക്ക് എന്താണ് കിട്ടിയിട്ടില്ല എന്ന് തന്നിട്ടുണ്ട്. 10 കുട്ടികൾക്ക് മിഠായി കിട്ടിയിട്ടില്ല. അപ്പോൾ എത്ര കുട്ടികൾക്കാണ് മിഠായി കിട്ടിയിട്ടുള്ളത്? ആകെ 40 ആണ്. 40ൽ നിന്ന് 10 പോയാൽ 30 കുട്ടികൾക്ക് മിഠായി കിട്ടിയിട്ടുണ്ട്. 30 കുട്ടികൾക്ക് 4 എണ്ണമാണല്ലോ അവൾ കൊടുത്തത്. ഓരോ കുട്ടിക്കും 4 എണ്ണമാണ്. സോ 30 കുട്ടികൾക്കും 4 എണ്ണം കൊടുത്തു. അപ്പോൾ എത്ര മിഠായി, എത്ര കാൻഡീസ് ആയി? 30 × 4 എത്രയാണ്? 120 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ കയ്യിൽ 120 കാൻഡീസ് ആണ് ഉള്ളത്. ശ്രദ്ധയുടെ കയ്യിൽ 120 കാൻഡീസ് ആയിരുന്നു ഉള്ളത്. അത് 4 എണ്ണം വീതം കൊടുത്തപ്പോഴാണ് 10 കുട്ടികൾക്ക് കിട്ടാതെ ഇരുന്നത്. ഇനി 120 കാൻഡീസിനെ എത്ര എണ്ണം ആക്കി കൊടുത്താലാണ് 40 കുട്ടികൾക്കും കിട്ടുക? അതറിയാൻ വേണ്ടിയിട്ട് 120 ഡിവൈഡഡ് ബൈ 40 ചെയ്ത് നോക്കിയാൽ മതി. 120 ഡിവൈഡഡ് ബൈ 40 എത്ര കിട്ടും നമുക്ക്? 3 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓരോ കുട്ടിക്കും 3 കാൻഡീസ് വീതം കൊടുത്താൽ നമുക്ക് 40 കുട്ടികൾക്കും മിഠായി നൽകാൻ കഴിയും. സോ ഓരോ കുട്ടിക്കും 3 കാൻഡീസ് വീതമാണ് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? ശ്രദ്ധ ആദ്യം ഓരോ കുട്ടിക്കും 4 മിഠായിസ് കൊടുത്തപ്പോൾ 10 കുട്ടികൾ ബാക്കിയായി. അപ്പോൾ നമ്മൾ കണ്ടെത്തി ഓരോ കുട്ടികൾക്കും 3 മിഠായി വീതം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കുട്ടികൾക്കും മിഠായിസ് കിട്ടും. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എത്ര കാൻഡീസ് ആണ് ഓരോ കുട്ടിക്കും കിട്ടുന്നത്? നമ്മൾ കണ്ടെത്തി. ആൻസർ എത്രയാണ്? 3. നിങ്ങൾ അവിടെ 3 എന്ന് എഴുതി കൊടുത്തേ. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? നിങ്ങൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തിയതെന്ന് താഴെ ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എഴുതാം, there are 40 children. നമുക്കറിയാം 40 കുട്ടികളാണുള്ളത്. ശ്രദ്ധ ഫസ്റ്റ് ഗേവ് 4 candies each to some children. എന്താണ്? കാൻഡീസ് 4 വീതമാണ് ശ്രദ്ധ ആദ്യം മിഠായികൾ നൽകിയത്. കാൻഡീസ് ഫിനിഷ്ഡ് വെൻ 10 children were left. 10 കുട്ടികൾ ബാക്കിയുള്ളപ്പോൾ മിഠായികൾ തീർന്നിട്ടുണ്ട്. സോ കാൻഡീസ് വെർ ഗിവൻ ടു. അപ്പോൾ മിഠായികൾ നൽകിയത്
40 - 10 30 കുട്ടികൾക്കാണ് അല്ലേ. 40-ൽ നിന്ന് 10 കുറച്ചാൽ 30 കുട്ടികൾക്ക് മാത്രമാണ് ശ്രദ്ധയ്ക്ക് മിഠായികൾ നൽകാൻ കഴിഞ്ഞത്. 30 കുട്ടികൾക്ക് 4 വീതം മിഠായി അവൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ 30 × 4 120 എന്ന് കിട്ടും. അവളുടെ കയ്യിൽ 120 ക്യാൻഡീസ് ആണുള്ളത്. ഇത് അവൾക്ക് 40 കുട്ടികൾക്ക് നൽകണം. സോ 120-നെ 40 കുട്ടികൾക്ക് എങ്ങനെ നൽകാം? 120-നെ ഡിവൈഡഡ് ബൈ 40 40 ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടി. സോ ഓരോ കുട്ടിക്കും അവൾക്ക് 3 ക്യാൻഡീസ് ആണ് കൊടുക്കാൻ കഴിയുക. നമ്മൾ സിമ്പിളായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കണേ. നെക്സ്റ്റ് പേജിൽ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത് നിങ്ങൾ ഡൈസ് ഉപയോഗിച്ചിട്ട് കളിച്ച് നോക്കുക. നെക്സ്റ്റ് പേജ് എടുത്തേ. വെൽക്കം കമ്മിറ്റി. 84 parents came for the meeting of the welcome committee of the work experience camp. വർക്ക് എക്സ്പീരിയൻസ് ക്യാമ്പിൻ്റെ വെൽക്കം കമ്മിറ്റി എന്നതിൻ്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് 84 പാരൻസ് വന്നിട്ടുണ്ട്. ദേ സാറ്റ് ഇൻ റോസ് ഓഫ് ചെയേഴ്സ് 6 in each row. ഒരു റോയിൽ 6 കസേരകളാണ് വരുന്നത്. അങ്ങനെയാണ് അവർ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി റോസ് വെർ ദെയർ, അങ്ങനെയാണെങ്കിൽ എത്ര റോസ് ആണ് അവിടെ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു റോയിൽ 6 ആൾക്കാർക്കാണ് ഇരിക്കാൻ പറ്റുന്നത്. ഇവിടെ ടോട്ടലി 84 പേരൻസ് ആണല്ലോ ഉള്ളത്. 6 ആൾക്കാർക്ക് ആദ്യത്തെ വരിയിൽ ഇരിക്കാൻ കഴിയുള്ളൂ. പിന്നെ രണ്ടാമത്തെ വരിയിൽ 6 ആൾക്കാർക്ക് ഇരിക്കാം. മൂന്നാമത്തെ വരിയിൽ 6 ആൾക്കാർക്ക് ഇരിക്കാം. ഇങ്ങനെ എത്ര റോസ് ആണ് നമുക്കിവിടെ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കാണാൻ വേണ്ടിയിട്ട് എത്ര 6കളാണ്, എത്ര 6 ആണ് 84 എന്ന് നോക്കിയാൽ പോരെ. 84-ൽ എത്ര 6 ഉണ്ട്? 84 ഡിവൈഡഡ് ബൈ 6 ചെയ്ത് നോക്കാം. 84 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ 8-ൽ എത്ര 6 ഉണ്ട്? 1 1 × 6 6 ആണ്. 8 6 പോയാൽ 2 ആണ്. 4 ഇറക്കിയതും 24-ൽ 4 6 ആണുള്ളത്. 4 × 6 24 ആണ്. ബാലൻസ് 0 കിട്ടി. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 14 ആണ്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ളത് 14 ആണ്. നമുക്ക് എത്ര റോസ് മേക്ക് ചെയ്യാൻ പറ്റും? 14 റോസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇങ്ങനെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിലാണല്ലോ റോ എന്ന് പറയുന്നത്. ഇങ്ങനെ 6 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരു റോയിൽ 6 ആൾക്കാർ, 1 2 3 4 5 6 ആൾക്കാർക്കാണ് ഇരിക്കാൻ പറ്റുന്നത്. ഇങ്ങനത്തെ എത്ര റോസ് ഉണ്ടാക്കാൻ പറ്റും? രണ്ടാമത്തതിലും 6 ആൾക്കാർക്കാണ് ഇരിക്കാൻ പറ്റുക. 3-ലും 6 ആൾക്കാർക്കാണ്. 4-ലും അങ്ങനെ എത്ര താഴേക്ക് എത്ര ഇതുപോലെ റോസ് ഉണ്ടാക്കാൻ പറ്റും? 14 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. കാരണം 14 × 6 ആണ് 84 എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ആൻസർ 14 റോസ് എന്നാണ്. 14 റോസ് ഉണ്ടാക്കാൻ പറ്റും. താഴെ പറയാണ് സം മോർ പാരൻസ് ജോയിൻഡ് വെൻ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ്. മീറ്റിംഗ് തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി പാരൻസ് വന്നു. നൗ ദർ വേർ 8 in each row. ഇപ്പോൾ ഓരോ റോയിലും 8 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നോ ന്യൂ റോ ആഡഡ്. പുതിയ റോസ് ഒന്നും പുതുതായിട്ട് ആഡ് ചെയ്തിട്ടില്ല. ഓരോ റോയിലും 8 ആൾക്കാരാണ് ഇരുത്തി. ആദ്യം 6 ആൾക്കാരായിരുന്നു ഇരുന്നത്. കുറച്ചുകൂടി ആൾക്കാർ വന്നപ്പോൾ 8 ആൾക്കാരെ ഇരുത്തിയിട്ടുണ്ട്. ഹൗ മെനി ഇൻ ഓൾ അറ്റൻഡഡ് ദി മീറ്റിംഗ്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ആൾക്കാരാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമ്മളോട് പറഞ്ഞത് ഓരോ റോയിലായിട്ട് 6 ആൾക്കാർ ഇരിക്കുന്നു എന്നാണല്ലോ. 6 ചെയർസ് ആണ് ഇടാൻ പറ്റുന്നത്. ഒന്നാമത്തെ റോയിൽ 6 ആൾക്കാർക്ക് ഇരിക്കാം. അങ്ങനെ രണ്ടാമത്തെ റോയിലും 6 ആൾക്കാരാണ് ഇരിക്കുന്നത്. പിന്നെ അങ്ങനെ 3 4 5 അങ്ങനെ താഴേക്ക് എത്ര റോസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി? 16 റോകളിലുണ്ടെന്ന് കണ്ടെത്തി. 16 നിരകളിലായിട്ട് 6 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇതുവരെ മനസ്സിലായല്ലോ. 14 റോസാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ റോസിലും 6 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഒന്നാമത്തതിലും 2-ലും 3-ലും 4-ലും അങ്ങനെ 14-ലും ഒക്കെ 6 ആൾക്കാരാണ് ഇരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അങ്ങനെ പരിപാടി തുടങ്ങിയപ്പോൾ കുറച്ച് പേരൻസ് കൂടി വന്നു. കുറച്ച് ആൾക്കാർ കൂടി വന്നു. അത് എത്ര ആൾക്കാരാണ് ഇവിടെ പറഞ്ഞിട്ടില്ല. ആദ്യം 84 ആൾക്കാരായിരുന്നു, പേരൻസ് ആയിരുന്നു ഉള്ളത്. മീറ്റിംഗ് തുടങ്ങിയപ്പോൾ എത്ര ആൾക്കാർ കൂടി വന്ന് എന്നിവിടെ തന്നിട്ടില്ല.
പക്ഷെങ്കിൽ എന്ത് തന്നു, ഓരോ റോസിലും ഇപ്പോൾ 8 ആൾക്കാരുണ്ടെന്ന് തന്നിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ റോയിലും 8 ആൾക്കാരുണ്ട്, രണ്ടാമത്തതിൽ 8, 3-ൽ 8, 4-ൽ 8, അങ്ങനെ 14 റോസിലും 8 ആൾക്കാരുണ്ട്. ആദ്യം 6 ആൾക്കാരായിരുന്നു, ഇപ്പോൾ 8 ആൾക്കാരുണ്ട്. 14 റോസിലും 8 ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഒന്നാമത്തെ വരിയിലും 2-ലും 3-ലും 4-ലും ഒക്കെ 8 ആൾക്കാർ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് 14 × 8 ചെയ്താൽ പോരെ. 14 8 14 പ്രാവശ്യം 8 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഒന്നാമത്തതിലും രണ്ടാമത്തതിലും അങ്ങനെ ആയിട്ട് 14 എണ്ണത്തിലായിട്ട് 8 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. 14 × 8 നമുക്ക് ചെയ്ത് നോക്കാം. 4 × 8 എത്രയാണ്? 4 × 8 32 ആണ്. 2 എഴുതി, 3 ബാലൻസ് പോയി. 1 × 8 8 ആണ്. 8 + 3 11 ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം 112 ആണ്. സോ ഇവിടെ എത്ര ആൾക്കാരാണ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്? 112 ആണ്. 112 ആൾക്കാരാണ്. ഹൗ ഐ കമ്പ്യൂട്ടർ, ഞാൻ എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്തത്? 14 × 8 ആണ് ചെയ്തത്. നമുക്ക് ആൻസർ 112 കിട്ടി. താഴെ ചോദിക്കുകയാണ്, ഹൗ മെനി കെയിം വെൻ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ്. മീറ്റിംഗ് തുടങ്ങിയപ്പോൾ എത്ര ആൾക്കാരാണ് വന്നത്? നമുക്കറിയാം, നമ്മുടെ മീറ്റിംഗ് തുടങ്ങുമ്പോൾ ആദ്യത്തിൽ 84 പേരൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ മീറ്റിംഗ് തുടങ്ങിയപ്പോഴാണ് കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളത്. അത് എത്ര ആൾക്കാരാണ് വന്നതെന്ന് നമുക്ക് തന്നിട്ടില്ല. സോ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. പക്ഷെങ്കിൽ ടോട്ടൽ ആദ്യം ഉള്ള ആൾക്കാരും പിന്നെ വന്ന ആൾക്കാരും കൂടി കൂട്ടിയിട്ട് 112 112 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ പേരൻസ് മീറ്റിങ്ങിന് പങ്കെടുത്തത് 112 ആണ്, 112 ആണ്. ഇനി നമുക്ക് പുതിയത് വന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ട് 112-ൽ നിന്നും 84 കുറയ്ക്കാം. ആദ്യം ഉള്ളത് കുറച്ചാൽ മതിയല്ലോ പിന്നെ വന്നത് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമുക്ക് 112 - 84 കുറയ്ക്കാം. 2-ൽ നിന്ന് 4 പോവോ? ഇല്ല. സോ നമ്മൾ കടമെടുക്കും. 1 കടമെടുക്കും. 1 എന്നുള്ളത് 0 ആവും. 2 എന്നുള്ളത് 12 ആവും. 12 എന്ന് 4 പോയാൽ 8 ആണ്. ഇനി 0-ൽ നിന്ന് 8 പോകാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ വീണ്ടും കടമെടുക്കുന്നു. 1 എന്നുള്ളത് 0 ആവും. 0 എന്നുള്ളത് 10 ആവും. 10 8 പോയാൽ 2. 28 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. പുതുതായി വന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 28 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങൾ അവിടെ 28 എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് പേജ് എടുത്തേ. 8 / 4 2 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 80 / 4 എത്രയാണ്? ഇവിടെ 8-ന് ഒരു 0 കൂടി വന്നപ്പോഴാണ് 80 ആയത്. 80 / 4 നമ്മൾ 2-ന് 0 കൂട്ടിച്ചേർത്ത് 20 ആണ്. ഇനി അടുത്തത് 800 / 4. അപ്പോൾ 8-ന് 2 0 കൂട്ടിച്ചേർത്തില്ലേ? സോ നമ്മുടെ ആൻസറിനും 2 0 കൂട്ടിച്ചേർക്കുക. 2-നോട് 2 0 കൂട്ടിച്ചേർത്താൽ 200 എന്നാണല്ലോ ആൻസർ കിട്ടുന്നത്. ഇനി അടുത്തത് 6 / 3 2 ആണ് തന്നു. അങ്ങനെയാണെങ്കിൽ 60 / 3 എത്രയായിരിക്കും? ഒരു 0 ആഡ് ഓൺ ചെയ്യുക, 20 ആണ്. 600 / 3 2 zeros ഇട്ട് കൊടുക്കുക. അപ്പോൾ 200 ആണ് ആൻസർ വരുന്നത്. ഇതേപോലെ മറ്റൊരു പാറ്റേൺ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നമ്മളിവിടെ എഴുതാണ്. നമുക്ക് 4 / 2 എന്നെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സംഖ്യകൾ എടുക്കാവുന്നതാണ്. 4 / 2 എത്രയാണ്? ആൻസർ 2 ആണ് വരുന്നത്. ഇനി അടുത്തത് ഇവിടെ ഒരു 0 ആഡ് ഓൺ ചെയ്യുക. അതായത് 4-ന് ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 40 ആണല്ലോ. 40 / 2 ആൻസർ എത്രയാണ്? നമ്മുടെ ആൻസറിനും ഒരു 0 ഇട്ട് കൊടുക്കുക. 2 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയാണ്? 20 ആണ് ആൻസർ. ഇനി മൂന്നാമത് നമ്മൾ എഴുതേണ്ടത് 4 കഴിഞ്ഞിട്ട് 2 zeros ആണ് ഇട്ട് കൊടുക്കേണ്ടത്. സോ ഇവിടെ നിങ്ങൾ 4 കഴിഞ്ഞിട്ട് 2 zeros ഇട്ട് കൊടുക്കുക. 400 നിന്ന് കിട്ടി. 400 / 2 എത്രയാണ്? ആൻസറിലും 2 കഴിഞ്ഞിട്ട് 2 zeros ഇട്ട് കൊടുക്കുക. 200 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഈ പാറ്റേൺ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയൊരു പാറ്റേൺ ആണ് അല്ലേ? നിങ്ങൾ എല്ലാവരും അവിടെ എഴുതി കൊടുക്കുക. അടുത്ത താഴെ നോക്കാം. 8 × 1 8 ആണ് തന്നിട്ടുണ്ട്. 8 ഗുണിക്കണം 1 8 ആണ്. അടുത്തത് 8 / 1 8-ൽ എത്ര ഒന്നുണ്ട്? അതും 8 ആണ്. ഇനി 8 / 8 8-ൽ എത്ര 8 ഉണ്ട്? അത് 1 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത്. അടുത്തത് 5 × 1 5 1 എത്രയാണ്? 5 ആണ്. 5 / 1 5-ൽ എത്ര ഒന്നുണ്ട്?
അഞ്ചാണ്. 5 ഡിവൈഡ് ബൈ 5 അഞ്ചിൽ എത്ര അഞ്ചുണ്ട്? അഞ്ചിൽ ഒരു അഞ്ചല്ലല്ലോ, അതാണ് 1 അവിടെ എഴുതിയത്. ഇതേപോലെ 6 ഇൻറ്റു 1 എത്രയാണ്? 6 ഇൻറ്റു 1 6 6ആണ്. 6 ഡിവൈഡഡ് ബൈ 1 6ൽ എത്ര ഒന്നുണ്ട്? 6ആണ്. 6 ഡിവൈഡ് ബൈ 6 6ൽ എത്ര 6 ഉണ്ട്? 1 ആണുള്ളത്, 1 അവിടെ എഴുതി. ഇനി ഇതേപോലത്തെ ഒരു പാറ്റേൺ എഴുതാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആദ്യം 8 ഇൻറ്റു 1 ആണ്, 8 ആണ് തന്ന്. 5 ഇൻറ്റു 1 5, 6 ഇൻറ്റു 1 6. നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ എടുക്കാം. 4 ആണ് ഇവിടെ ഞാൻ എടുക്കുന്നത്. 4 3 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. 4 ഇൻറ്റു 1 4 എന്ന് എഴുതി. ഇനി അടുത്തത് 4 ഡിവൈഡഡ് ബൈ 1 ആണ് എഴുതേണ്ടത്. 4 ഡിവൈഡ് ബൈ 4ൽ എത്ര ഒന്നുണ്ട്? 4 ആണ് ആൻസർ കിട്ടുന്നത്. അടുത്തത് 4 ഡിവൈഡഡ് ബൈ 4 എന്ന് തന്നെയാണ് എഴുതേണ്ടത്. 4ൽ എത്ര 4 ഉണ്ട്? ആൻസർ 1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് സിമ്പിൾ അല്ലേ? സോ ഫ്രണ്ട്സ്, നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യനിന് ആൻസേഴ്സ് ആണ് ചെയ്യാനുള്ളത്. അത് നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തതാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടൊക്കെ. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻ്റായിട്ട് പറയണേ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.